ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പം ചേച്ചിയും മോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഞങ്ങളാരും ഇല്ലാത്ത കാരണം, കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം ബഹളവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അവിടെ മോളും ഒറ്റയ്ക്കാണ് കേട്ടോ. അങ്ങനെ പിന്നെ അവർ 2 ദിവസം ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഒരു ദിവസം വന്നപ്പോൾ നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഇന്നാണ് കേട്ടോ വന്നത്. ഇന്നെന്ന് മീൻസ് നമ്മൾ വീഡിയോ ഇടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 2 ദിവസം അവർ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന ദിവസം തന്നെ അവർ ഉച്ചയ്ക്കാണ് വന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മുടെ വയലിൻ്റെ അതിലേക്കൂടെ പോയത്. വയലാണ് കേട്ടോ. അവിടെ ഫുള്ള് അവിടെ വാഴയും അതുപോലെ തന്നെ ചീനിയും അങ്ങനെ കാച്ചിൽ അങ്ങനെ ഒരുപാട് കൃഷികളാണുള്ളത്. അപ്പോൾ ഇത് ഫുള്ള് കൃഷിയായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു വരമ്പുണ്ട്. അപ്പോൾ അതുവഴി നമ്മളിപ്പോൾ അങ്ങനെയൊന്നും കാണാറില്ലല്ലോ. അപ്പം പിള്ളേരായാലും ശരി അങ്ങനെയൊന്നും നമ്മളത് കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് അവർക്കൊരു പുതിയ അനുഭവമാണിത്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആ വരമ്പിലൂടെ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നടന്നപ്പോൾ ലച്ചുവിന് ഭയങ്കര ആഗ്രഹം നടക്കണമെന്ന്. അങ്ങനെ അവൾ ചേച്ചിയുടെ കൈ പിടിച്ച് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേര സമയങ്ങളിലൊക്കെയാണ് കേട്ടോ ഇവിടെ കാണാൻ കൂടുതൽ ഭംഗി. അപ്പം അല്ലാത്ത സമയത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ച സമയത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു പാലമുണ്ട് കേട്ടോ. പാലം മീൻസ് പുതിയൊരു പാലം വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് പോയി. അവിടെയാണ് നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവിടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിത് കാച്ചിലാണെന്ന് തോന്നുന്നു കേട്ടോ. കാച്ചിലൊക്കെ ഫുള്ള് ഇവിടെ കൃഷിയാണ്. ഇവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും അങ്ങനെയുള്ളൊരു ഗ്രാമമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ചീനി ആയാലും അങ്ങനെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവരിങ്ങനെ ചെറിയ പാലത്തിലൂടെ അങ്ങനെയൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മുന്നേ അങ്ങ് ഓടി കളിച്ച് നടക്കുകയാണ് കേട്ടോ. അവർക്ക് വഴിയൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ പുറകെ കിടന്ന് നമ്മൾ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വഴിയൊന്നും അറിയാതെ എവിടേക്കോ പോകുന്നുണ്ട് അവർ. അപ്പോൾ നമ്മൾ ലച്ചുവിന് അതുവഴി ലച്ചുവും ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ നമ്മളിങ്ങനെ ഇറങ്ങി നടന്ന് ഇങ്ങനെ പോകുന്നതൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ ഇതിലേക്കൂടെ നടന്നു. അപ്പോൾ ആ വരമ്പിലൊക്കെ ഇങ്ങനെ മതിലൊക്കെ ഇടിയാതിരിക്കാനാണെന്ന് തോന്നുന്നു ഇതുപോലെ കയറോ അങ്ങനെയൊക്കെ എന്തോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചണം കൊണ്ടുള്ള കയർ അങ്ങനെ എന്തോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതെന്നോട് കുഞ്ഞമ്മയുടെ മോൻ പറഞ്ഞതാണിത്. പിന്നെ ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാലത്തിൽ നിന്നുകൊണ്ട് എടുത്താണിത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇവിടെ കുളിക്കാനായാലും വൈകുന്നേരങ്ങളിലൊക്കെ കുളിക്കാനും അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ ഒരുപാട് പേര് അവിടെ നമ്മുടെ ആറ്റിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഈവനിങ്ങിലെ കുക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തേക്ക് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് മീനൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉച്ചയായപ്പോഴത്തേക്ക് തന്നെ തീർന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പോയി പച്ചക്കറിയും മുട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ നമ്മുടെ പിടിപ്പയർ എടുത്ത് മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് മെഴുക്കുവരട്ടിയുടെ കാര്യം ചേച്ചിയാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് മുട്ട പൊരിക്കാമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾ അവിടെ നിന്ന് TV കാണുകയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അമ്മ ലച്ചുവിനെ എടുത്തോണ്ട് ലച്ചു ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ അമ്മ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചക്ക ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മീൻ ഇന്നലത്തതാണ് കേട്ടോ. തലേ ദിവസത്തെ മീനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ, വൈകുന്നേരത്തേക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും വേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ മുട്ടയൊക്കെ എടുക്കുന്നത്. അപ്പോൾ മെഴുക്കുവരട്ടിയൊക്കെ വെറുതെയാണ്, കുട്ടികൾ അതൊന്നും കഴിക്കില്ല. അപ്പോൾ മുട്ടയും അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് കുട്ടികൾ എന്തെങ്കിലും കഴിക്കുക കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ടയും പിന്നെ അതിലേക്ക് സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാത്രിയിലൊക്കെ ഇതുപോലെ കുക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല, അപ്പോൾ കൂടെ ഇതുപോലെ 3-4 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും അത് നമ്മളൊരു എൻജോയ് ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞും അങ്ങനെ എല്ലാം ആയിട്ട്. അപ്പോൾ ചേച്ചിയാണെങ്കിലും അങ്ങനെ നമ്മുടെ കൂടെ നിന്ന് അങ്ങനെയെല്ലാം നമുക്ക് ഒരു ഹെൽപ്പാണ് കേട്ടോ, ഭയങ്കര ഇതാണ്. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്യുകയാണ്.
പിന്നെ അതിനിടയ്ക്ക് വന്ന് വാവ, അതായത് ഇളയവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവന് മുട്ട പൊരിക്കുന്ന കണ്ടപ്പോൾ അവന് അവിടുന്ന് അടുക്കളയിൽ നിന്ന് പോകാനേ മനസ്സ് വന്നില്ല കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പൊരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ പിന്നെന്താ, ഇനിയാണ് കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് രാത്രിയിലൊന്ന് കുട്ടികളെ ഒന്ന് മേല് കഴിക്കണം, പിന്നെ ഞങ്ങൾക്കൊന്ന് കുളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ചൂടാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചൂട് കാരണം നമുക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളിനി രാത്രിയിൽ പാചകമൊക്കെ കഴിഞ്ഞിട്ടാണ് അതുപോലെ കുളിക്കുകയൊക്കെ ചെയ്യുള്ളൂ. കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചേച്ചി അവിടെ മെഴുക്കുവരട്ടിയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ലച്ചുവിന് ഇതുപോലെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറ് അല്ലാണ്ട് അവൾ കുറച്ചൊക്കെ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് അരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫോണൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുക. അപ്പോൾ അവൾ എന്നാലും തിന്നാനൊക്കെ അതുപോലെ ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ അടുക്കളയിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നമ്മുടെ അടുക്കളയിലെ കിച്ചണിലെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ വെള്ളം കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടാണ് നമ്മൾ അടുക്കളയിലെ കാര്യങ്ങൾക്കൊക്കെ കോരി എടുത്തിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പൈപ്പിലെ വെള്ളം നമ്മൾ ഉപയോഗിക്കാറില്ല, അങ്ങനെ പാചകത്തിനൊന്നും അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ കിണറ്റിൽ നിന്ന് കോരി എടുക്കുന്നതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ലോഷനൊക്കെ ഒഴിച്ച് തുടച്ച്, മുട്ടയൊക്കെ എടുത്തല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് എന്തായാലും കാണും. അപ്പോൾ അതുകൊണ്ട് ലോഷനൊക്കെ ഒഴിച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പശു പാല് വാങ്ങിക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കാച്ചാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ, കുട്ടികൾക്ക് കാച്ചി കൊടുക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ അതും കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്കൊരു പാത്രം കഴുകലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾ കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പം രാത്രിയായി. അപ്പം ചെറിയൊരു മഴയുടെ ചാറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾക്ക് ചോറ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ കറി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയർ മെഴുക്കുവരട്ടിയും മുട്ട പൊരിച്ചതും പിന്നെ ഉച്ചക്കത്തെ കോവയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ തന്നെ ധാരാളമാണ്. പിന്നെ നമുക്ക് ഒഴിച്ചേറിയായിട്ട് എന്തായിരുന്നുള്ളത്, മോരായിരുന്നു തോന്നുന്നു കേട്ടോ. മോര് കറിയും പിന്നെ ചക്ക വേവിച്ചതുണ്ടായിരുന്നു. കുട്ടികൾക്ക് ചക്കയൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി കുട്ടികളൊക്കെ ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ പാൽ അടുപ്പിലിരിപ്പുണ്ട്, അത് തിളച്ച് കഴിഞ്ഞാൽ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാത്രിത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നു. പിന്നെ ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കുക. അപ്പോൾ കുട്ടികൾ അവിടുത്തെ ചോറ് കഴിക്കുകയാണ്. ആ സമയത്ത് പാല് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അതിലേക്ക് ഹോർലിക്സും പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ഒന്ന് അടച്ച് വെക്കും. കുട്ടികൾക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും. അപ്പോൾ ഞങ്ങൾക്കുള്ളത് ആ പാത്രത്തിൽ ഇതുപോലെ അടച്ച് വെക്കും, ചൂട് പോവാണ്ട് അടച്ച് വെക്കും കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ചൂടോടുകൂടി തന്നെ കുടിച്ചിട്ടാണ് കിടക്കുക. പിന്നെന്താ, കുട്ടികൾക്ക് തണുത്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചോറുണ്ടതല്ലേ ഉള്ളൂ, ചോറുണ്ട് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടേ കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിന്ന് എന്തായാലും കിടക്കാൻ ഒരുപാട് ലേറ്റാവും. കാര്യം ചേച്ചിയും കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 12 മണിയൊക്കെ ആവും കിടക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് കേട്ടോ. ഇതുപോലെ കുട്ടികൾ കഴിച്ചു കഴിഞ്ഞായിരുന്നു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് വീണ്ടും നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. അപ്പോൾ അതുപോലെ രാത്രിയിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ്, കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചെയ്യാൻ മാത്രമല്ല ഇതുപോലെ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്.